നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. കോതമംഗലം കുട്ടമ്പുഴയിൽ നിന്നും കാണാതായ 3 സ്ത്രീകളെ കാടിനുള്ളിൽ നിന്നും കണ്ടെത്തി. പാറക്കുട്ടി, ഡാർലി സ്റ്റീഫൻ, മായ എന്നിവരെയാണ് വനത്തിനുള്ളിൽ 6 കിലോമീറ്റർ അകലെ അറക്കമുത്തി എന്ന പ്രദേശത്ത് നിന്നും കണ്ടെത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടക്കുന്നത്. കുട്ടൻപുഴ ആട്ടിക്കളം വനമേഖലയിലേക്ക് കയറിപ്പോയതിനെ തുടർന്ന് മായയുടെ പശുവിനെ കാണാതായിരുന്നു. പശുവിനെ തിരക്കിയാണ് ഇവർ മൂവരും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ കാടിനുള്ളിലേക്ക് പോകുന്നത്. തുടർന്ന് വൈകിട്ട് 4 മണിയോടെയാണ് 3 സ്ത്രീകളെയും വനത്തിൽ കാണാതായതായി സ്ഥിരീകരിക്കുന്നത്. 4 മണിയോടെ തന്നെ കാണാതായ മായയുമായി അവരുടെ ഭർത്താവ് ഫോണിൽ സംസാരിച്ചിരുന്നു. വഴിതെറ്റി ആനക്കൂട്ടത്തിന്റെ ഇടയിൽപ്പെട്ടു എന്ന സംശയവും ഉണ്ടായിരുന്നു. പോലീസും അഗ്നിരക്ഷാസേനയും വനവകുപ്പും നാട്ടുകാരും ചേർന്ന് 4 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു തിരച്ചിൽ നടത്തിയത്. വെളിച്ചക്കുറവും കാട്ടാനകളുടെ ശല്യവും കാരണം 2 സംഘം രാത്രി തന്നെ തിരിച്ചെത്തിയിരുന്നു. തുടർന്ന് വനത്തിൽ തിരച്ചിൽ നടത്തിയ മറ്റ് 2 സംഘങ്ങളാണ് ഇവരെ കണ്ടെത്തുന്നത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിൽ മായയുടെ മകൻ ഉൾപ്പെട്ട സംഘം കുട്ടമ്പുഴ വനത്തിനകത്ത് നിന്നുമാണ് ഇവരെ കണ്ടെത്തുന്നത്. രാത്രി മുഴുവൻ പാറപ്പുറത്ത് കഴിച്ചുകൂട്ടുകയായിരുന്നു എന്നാണ് ഇവർ 3 പേരും പറഞ്ഞത്. പശുവിനെ തിരിഞ്ഞു പോയപ്പോൾ ചെക്ക് ഡാം വരെയാണ് ഇവർക്ക് ഓർമ്മയുണ്ടായിരുന്നത്. കാട്ടിൽ വഴിതെറ്റിയ സമയത്ത് ആന ഓടിച്ചതായും ഇവർ പറയുന്നു. പേടിച്ചാണ് പാറപ്പുറത്ത് ഓടിക്കയറിയത്. അതേസമയം ആന ചുറ്റിലും നിന്ന് ബഹളം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. രാത്രി മുഴുവൻ അനങ്ങാതെയാണ് അവിടെ ഇരുന്നതെന്നും രക്ഷപ്പെട്ട പാറക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. അടുത്തിരുന്നവരെ പോലും കാണാൻ പറ്റാത്തത്ര കൂരിരുട്ടായിരുന്നു. അടുത്ത ആളുണ്ടോ എന്ന് തപ്പി നോക്കേണ്ട അവസ്ഥയുമായിരുന്നു. രാത്രി 2 മണിവരെ ആന ചുറ്റിനുമുണ്ടായിരുന്നു. വഴിതെറ്റി നടക്കുന്നതിനിടെയാണ് ആന ഓടിച്ചത്. ആനയിൽ നിന്ന് രക്ഷപ്പെട്ട ഇവർ ശബ്ദമുണ്ടാക്കാതെ ഒരു മരത്തിന്റെ പുറകിലാണ് ഒളിച്ചിരുന്നത്. ആ സമയത്താണ് ഒന്ന് ഭയന്നതെന്നും പാറക്കുട്ടി വ്യക്തമാക്കി. രാത്രിയിൽ ദൗത്യസംഘം ഉച്ചത്തിൽ പേര് വിളിച്ച് തിരച്ചിൽ നടത്തുന്നതും ഇവർ കേട്ടിരുന്നു. പക്ഷേ നായാട്ട് സംഘമാണെന്ന് കരുതിയാണ് ഇവർ മിണ്ടാതിരുന്നത്. പുരയുടെ അത്രയും വലിപ്പമുള്ള പാറകളുടെ മുകളിലാണ് ഇവർ കയറിയത്. അതുകൊണ്ട് തന്നെ ആനകൾക്ക് ഇവരെ പിടിക്കാൻ കഴിയുമായിരുന്നില്ല. രാത്രി മുഴുവൻ പ്രാർത്ഥനയോടെയാണ് അവിടെ കഴിച്ചുകൂട്ടിയതെന്നും രക്ഷപ്പെട്ടവർ വ്യക്തമാക്കി. ഇന്ന് രാവിലെയാണ് 3 പേരെയും കണ്ടെത്തുന്നത്. ഇവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും 3 പേരും സുരക്ഷിതരാണെന്നുമാണ് DFO അറിയിച്ചത്.